കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഷാജഹാൻ, ആക്സസ് കോൺഷ്യസ്നെസ്സിൻ്റെ ഇൻ്റർനാഷണൽ ഫെസിലിറ്റേറ്ററാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ധൈര്യത്തെക്കുറിച്ചാണ്. പല ആളുകളും ധൈര്യം ഇല്ലാത്തവരായി ജീവിതത്തിൽ അവരുടെ പല അവസരങ്ങളും ജീവിതത്തിലെ പല നേട്ടങ്ങളും കൊയ്യുന്നതിന് ജീവിത പുരോഗതിക്ക് തന്നെ തടസ്സമായി നിൽക്കുന്ന ധൈര്യമില്ലാത്തതിൻ്റെ പേരിൽ പിന്തള്ളപ്പെടുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ചുറ്റുപാടും കാണാൻ കഴിയും. ഒരിക്കൽ ലോകപ്രശസ്തനായിട്ടുള്ള ഫൈറ്റർ ബ്രൂസ് ലീ പറയുകയുണ്ടായി, 6 തരം ധൈര്യം നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ധൈര്യത്തിന് എത്രത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം സൂചിപ്പിച്ചു, ഈ 6 തരം ധൈര്യം ഒരാൾ നേടിയാൽ അവർ വേറെ എന്ത് നേടിയതിനേക്കാളും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊയ്യുവാൻ കഴിയുമെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് ശാരീരിക ധൈര്യം എന്നതാണ്. ശാരീരിക ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശേഷിയും അതേപോലെ തന്നെ സന്തുലിതാവസ്ഥയും അവബോധവും എല്ലാം തന്നെ ചേരുന്നതാണ് നമ്മുടെ ശാരീരിക ധൈര്യം എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയാണ്. ആ ശാരീരിക ധൈര്യം നേടിയാൽ ഉറപ്പായും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ധൈര്യമാണ് സാമൂഹിക ധൈര്യം, സാമൂഹിക ധീരത എന്ന് പറയും. സമൂഹവുമായി നമ്മൾ ബന്ധപ്പെട്ട് സഹകരിക്കുമ്പോൾ ഉറപ്പായും സമൂഹം എന്താണ് ധരിക്കുന്നതെന്ന് നോക്കി പ്രവർത്തിക്കാതെ, ഒന്നിനോടും ഒരു അടുപ്പവുമില്ലാതെ, ഒരു അകൽച്ചയുമില്ലാതെ വളരെ നിഷ്പക്ഷമായും നീതിപൂർവമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് സാമൂഹ്യ ധീരത കൊണ്ട്, സാമൂഹ്യ ധൈര്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ബൗദ്ധികമായിട്ടുള്ള ധൈര്യം. നാം കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. പഠിക്കുന്നതിനെ മറക്കുവാനും ഇനി വീണ്ടും വീണ്ടും പഠിക്കുവാനും പഠിച്ചതിനെ വീണ്ടും നമുക്ക് ഉപേക്ഷിക്കുവാനും കഴിയുന്ന അവസ്ഥയാണ് ബൗദ്ധിക ധൈര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മീക ധൈര്യം. ആത്മീക ധൈര്യം എന്ന് പറയുന്നത് ആത്മത്തെ സംബന്ധിച്ചുള്ളതാണ്. ആത്മ എന്ന് പറഞ്ഞാൽ അവനവനെ കുറിച്ചുള്ള ധൈര്യമാണ്, അവരവരുടെ ആത്മാവിനെ സംബന്ധിച്ചുള്ള ധൈര്യമാണ്, അത് ലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള ധൈര്യമാണ്. അതുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായും വിജയിക്കുവാൻ സാധിക്കും. വൈകാരിക ധൈര്യം എന്ന് പറഞ്ഞാൽ അത് വൈകാരികമായ ധീരതയാണ്. വൈകാരികമായി നമ്മളെ തന്നെ എല്ലാ വികാരങ്ങളെയും അറിയുവാനും ആസ്വദിക്കുവാനും അതിനെ നമുക്ക് അനുഭവിക്കുവാനും കഴിയുന്ന അവസ്ഥയെയാണ് വൈകാരിക ധീരത എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ 6 ധീരതകൾ, 6 ധൈര്യങ്ങൾ നാം നേടിയാൽ, നാം ആർജിച്ചാൽ ഉറപ്പായും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ബ്രൂസ് ലീ ഇദ്ദേഹത്തിൻ്റെ ഈ 6 കാര്യങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ധൈര്യത്തിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. ആക്സസ് കോൺഷ്യസ്നസ് നിങ്ങളെ ധൈര്യമുള്ള ഒരു ആത്മാവിനെയും ധൈര്യമുള്ള ഒരു ശരീരത്തെയും ധൈര്യമുള്ള ഒരു മാനസികാവസ്ഥയെയും നിങ്ങൾക്ക് രൂപപ്പെടുത്തി തരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ആക്സസ് കോൺഷ്യസ്നസ്. ഈ തെറാപ്പി ടെക്നിക്കിലൂടെ തലച്ചോറിലെ 32 പോയിന്റുകളെ റൺ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കിട്ടുന്നത്. വിവിധ ജില്ലകളിൽ ഇതിൻ്റെ പരിപാടികൾ, ഈ പരിശീലന പരിപാടികൾ നടക്കുമ്പോൾ പങ്കെടുത്തുകൊണ്ട് ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്കിത് സ്വായത്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.